നമസ്കാരം. തീവെട്ടി കത്തിച്ചുവന്ന് സകലരെയും വെല്ലുവിളിച്ച് പരസ്യമായി നടത്തുന്ന കൊള്ളയാണ് തീവെട്ടിക്കൊള്ള. ശബരിമലയിൽ അക്ഷരാർത്ഥത്തിൽ നടന്നിരിക്കുന്നതും അതാണ്. തീവെട്ടി എതിരേൽപ്പുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആദ്യം വാതിലുകൾ കൊണ്ടും പിന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടും ഈ എതിരേൽപ്പ് നടത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ സ്വന്തം ആളാണെന്ന് പ്രഖ്യാപിച്ചത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ മാത്രമല്ല, പുതിയ വാതിൽ ഉണ്ടാക്കാനും സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടുന്നതുവരെ ശബരിമലയിൽ സ്പോൺസർമാർ വ്യവസായികൾ നേരിട്ടായിരുന്നു. പിന്നെ സ്പോൺസർമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ചവരായി. അത് തന്നെയാണ് ഈ ഇടപാടിലെ ദുരൂഹതയും. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയും കുമരൻ സിൽക്സ് ഉടമ കുമാറുമൊക്കെ സ്പോൺസർ ആയതുപോലെയല്ല സംഭവങ്ങൾ. വാതിലിനായി സംഘടിപ്പിച്ച സ്പോൺസർമാർ ആരൊക്കെയാണെന്നതിന് സമ്പൂർണ്ണ പട്ടിക ഉണ്ടായിരുന്നു. അതിനപ്പുറം പിരിവ് നടന്നിട്ടുണ്ടോ എന്ന് ഇനി വ്യക്തമാകണം. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതിൽ മാത്രമല്ല ദുരൂഹതയുള്ളത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ ഉണ്ടാക്കി സ്വന്തം കസ്റ്റഡിയിൽ വച്ചതിലും ആ ദുരൂഹത അവസാനിക്കുന്നില്ല. സ്വർണം പൂശിയ പുതിയ വാതിലുകൾ നിർമ്മിച്ചതിലും വിവിധ വഴിപാടുകൾ നടത്തുന്നതിലുമൊക്കെ ദുരൂഹത നീങ്ങേണ്ടതുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ശ്രീ ധർമ്മശാസ്താവിന് എന്തിനാണ് ഇടനിലക്കാർ? വ്യക്തതയ്ക്കായി കഥ പൂർണ്ണമായും പറയാം. 1998 ശബരിമലയിൽ സ്വർണം പൊതിയുന്ന പണി ആരംഭിച്ചത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് സ്വർണം പൊതിയുന്ന ജോലിയായിരുന്നു. അതായത് ശില്പങ്ങളെയും മറ്റും സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിഞ്ഞെടുക്കുകയാണ് അവിടെ ചെയ്തത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതുപോലെ പൂശുന്ന പരിപാടിയല്ല. മേൽക്കൂര, വാതിൽ, ചിത്രത്തൂണുകൾ, 3 കലശങ്ങൾ, 4 വശങ്ങളിലുമുള്ള ആനയുടെ രൂപം കൊത്തിയ ശില്പങ്ങൾ, 2 ദ്വാരപാലക ശില്പങ്ങൾ, 3 കർണകൂടം, ഭണ്ഡാരം എന്നിവ സ്വർണം പൊതിഞ്ഞു എന്നാണ് രേഖ. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ആയിരുന്നു സ്പോൺസർ. ഇതിനായി സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചു. എന്തിനാണ് 1900 കിലോ ചെമ്പ് ഉപയോഗിച്ചത് എന്നല്ലേ? മുഴുവൻ ശില്പങ്ങളും മേൽക്കൂരയും ആദ്യം ചെമ്പ് കൊണ്ട് പൊതിഞ്ഞു. അതിനുശേഷം കനം കുറഞ്ഞ സ്വർണ്ണപ്പാളികൾ കൊണ്ട് മൂടുകയായിരുന്നു. ചെന്നൈയിലെ JNR ജ്വല്ലറിയിലെ നാഗരാജനാണ് നിർമ്മാണം ഏറ്റെടുത്തത്. ഈ ജോലി ശബരിമലയിൽ വച്ച് തന്നെയാണ് ചെയ്തത്. സ്വർണ്ണപ്പാളികൾ കനം കുറച്ചത് ഒട്ടകത്തോലിനുള്ളിൽ വച്ച് അടിച്ചു പരത്തിയായിരുന്നു. ഇതിൽ കൃത്യമായ ഒരു കാര്യം ശ്രദ്ധിക്കണം. മേൽക്കൂര മുതൽ ദ്വാരപാലക ശില്പം വരെ എല്ലാത്തിനും ചെമ്പ് പൊതിഞ്ഞിട്ടുണ്ട്. ആ ചെമ്പിന് മുകളിലാണ് സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചിരുന്നത്. 1998 ഈ വലിയ ജോലികൾക്ക് ശേഷം 2009 വീണ്ടും സ്വർണം പൊതിയുന്ന ജോലികൾ നടന്നു. 2009 കന്നിമൂല ഗണപതിക്കും മാളികപ്പുറത്തിനും നാഗരാജാവിനുമായിരുന്നു സ്വർണം പൊതിഞ്ഞത്. ഇതിന്റെ സ്പോൺസർ ചെന്നൈ കുമരൻ സിൽക്സ് ഉടമ കുമാർ ആയിരുന്നു. ഇത് ചെയ്തത് ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. സ്മാർട്ട് ക്രിയേഷൻസ് അപ്പോൾ മുതലാണ് ചിത്രത്തിൽ എത്തുന്നത്. 2015 18ാം പടി പഞ്ചലോഹം പൊതിയുന്നത്. 2017 കൊടിമരവും സ്വർണം പൊതിഞ്ഞു. ഇതിനായി 9 കിലോ തങ്കമാണ് ഉപയോഗിച്ചത്. ഹൈദരാബാദിലെ ഫീനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത്. ഇതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ശ്രീകോവിലിന് പുതിയ വാതിൽ എന്ന വാഗ്ദാനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തെ സമീപിക്കുകയായിരുന്നു. വാതിൽ മാറ്റണമെന്നോ വാതിലിന് തകരാറുണ്ടെന്നോ അതുവരെ ദേവസ്വം രേഖകളിലില്ല. ഇത് തന്ത്രിമാർ തീരുമാനിക്കുന്നതിന് അനുസരിച്ച് നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. തന്ത്രിമാർ അങ്ങനെ നിർദ്ദേശം നൽകിയതിനെ കുറിച്ചും രേഖകളില്ല. ഏതായാലും സ്പോൺസറായി അവതരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം കയ്യിൽ നിന്നുള്ള പണമെടുത്തല്ല ഇത് ചെയ്തത്. പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, മൂവാറ്റുപുഴ സ്വദേശി PR അജികുമാർ, കർണാടക സ്വദേശികളായ രമേശ് റാവു, ഗോവർദ്ധൻ എന്നിവരായിരുന്നു സ്പോൺസർമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവരിൽ നിന്നൊക്കെ പണം പിരിച്ച് വാതിൽ നിർമ്മിച്ചത്. എത്ര രൂപ ആകെ പിരിച്ചെന്നോ എത്ര ചെലവായെന്നോ കൃത്യമായ കണക്ക് എങ്ങും ഹാജരാക്കിയിട്ടില്ല. ഗുരുവായൂർ സ്വദേശി നന്ദനാണ് തേക്കിൽ പുതിയ വാതിൽ കൊത്തിയെടുത്തത്. ഈ വാതിൽ ഹൈദരാബാദിൽ എത്തിച്ച് ആദ്യം ചെമ്പ് പൊതിഞ്ഞു. ചെമ്പ് പൊതിഞ്ഞ ഈ വാതിൽ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു. അവിടെ വെച്ച് സ്വർണം പൂശി. സ്വർണം പൂശിയ ശേഷം നടൻ ജയറാമിന്റെ വീട്ടിൽ എത്തിച്ച് അവിടെ പൂജകൾ നടത്തി. ഈ സ്വർണ്ണ വാതിലുമായി രഥം പുറപ്പെടുമ്പോൾ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനോ ദേവസ്വത്തിനോ ഒരു പങ്കുമില്ലാതെയാണ് ഈ ഘോഷയാത്ര നടത്തിയത്. ഇതിനുള്ള പണം എവിടെ നിന്നാണെന്നോ ആരിൽ നിന്നൊക്കെ പിരിച്ചു എന്നതിനോ ഒരു രേഖയുമില്ല.
ഈ വാതിലിന് ശേഷമാണ് ഏറ്റവും ദുരൂഹമായ ദ്വാരപാലക ശില്പങ്ങളുടെ പണി നടക്കുന്നത്. ഒരു കാര്യം മറക്കരുത്, 1998 ചെമ്പ് പൊതിഞ്ഞ ശേഷമാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞത്. ഈ പാളികളാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകുന്നത്. അത് അഴിച്ചു നൽകുമ്പോൾ 42 കിലോയിൽ അധികം തൂക്കമുണ്ടായിരുന്നു. ചെന്നൈയിൽ എത്തുമ്പോൾ 38 കിലോ മാത്രവും. കൊണ്ടുപോകുമ്പോൾ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളികൾ എന്നാണ്. അവിടെയാണ് ഇപ്പോഴത്തെ ദുരൂഹതകൾക്ക് കാരണമായ ഒന്നാമത്തെ ചോദ്യം ഉയരുന്നത്. ചെമ്പ് പാളികൾക്ക് പുറത്തുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ എന്തു ചെയ്തു? സ്വർണ്ണപ്പാളികൾ അഴിച്ചു വച്ചെങ്കിൽ അത് ദേവസ്വം ലോക്കറിൽ ഉണ്ടാകണം. അങ്ങനെയൊന്നും ഉള്ളതായി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വർണത്തോടുകൂടി തന്നെയാണ് കൊണ്ടുപോയതെങ്കിൽ വഴിക്ക് വെച്ച് സ്വർണം അഴിച്ചു മാറ്റിയോ? അതുകൊണ്ടാണോ പാളികൾക്ക് തൂക്കം കുറഞ്ഞത്? സ്മാർട്ട് ക്രിയേഷൻസിൽ കിട്ടിയത് ചെമ്പ് പാളികളാണെന്നാണ് അവരുടെ മൊഴി. പ്രശ്നം അവിടെയും തീരുന്നില്ല. ദ്വാരപാലക ശില്പങ്ങൾക്ക് നിലവിൽ പീഠങ്ങൾ ഉണ്ടായിരുന്നു. ഇതുള്ളപ്പോൾ തന്നെയാണ് പുതിയ പീഠങ്ങൾ നിർമ്മിച്ചത്. ഇവ നിർമ്മിച്ചു എന്നതിനും കൊണ്ടുവന്നു എന്നതിനും ശബരിമലയിൽ ഒരു രേഖയുമില്ല. അവ നിർമ്മിച്ചുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു പീഠത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് തന്നെ. അവ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഈ പീഠങ്ങൾ കൈവശം സൂക്ഷിച്ച് പൂജ നടത്തുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമായത്. ഇതിന്റെ പേരിലും വ്യാപകമായ പണപ്പിരിവ് നടന്നിട്ടുണ്ടാകാം എന്നതിനും മൊഴികളുണ്ട്. കഥ ഇത്രയുമായ സ്ഥിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 2019 പുതിയ വാതിൽ നിർമ്മിക്കാൻ തന്ത്രി പറഞ്ഞോ? പുതിയ വാതിൽ വേണമെന്ന് ദേവപ്രശ്ന വിധി ഉണ്ടായിരുന്നോ? പുതിയ വാതിലിനായി നിർദ്ദേശം നൽകിയത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്? ഈ തീരുമാനം അന്നത്തെ ദേവസ്വം മന്ത്രിയെ ഔദ്യോഗികമായി അറിയിച്ചോ? ഇതിന്റെ ഫയലുകൾ ആരൊക്കെ കണ്ടു? പുതിയ വാതിലിനായുള്ള കരാർ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്? അതിനുള്ള പണം കയ്യിലുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത്? വിവിധ ആളുകളിൽ നിന്ന് പിരിക്കാനാണെങ്കിൽ ദേവസ്വം നേരിട്ടല്ലേ ആ ജോലി ചെയ്യേണ്ടിയിരുന്നത്? സ്പോൺസർമാരായ പള്ളിക്കത്തോട് കൺസ്ട്രക്ഷൻസ്, PR അജികുമാർ, രമേശ് റാവു, ഗോവർദ്ധൻ എന്നിവർ എത്ര രൂപ വീതം മുടക്കി? ഇവരെ കൂടാതെ പുറമേ നിന്ന് പണം പിരിച്ചിരുന്നോ? നടൻ ജയറാമിന്റെ വീട്ടിൽ വാതിൽ എത്തിച്ച് പൂജ നടത്താൻ ആരാണ് അനുമതി നൽകിയത്? ക്ഷേത്രത്തിലെ വാതിലുകൾ തന്ത്രിമാർ അല്ലേ പൂജിക്കേണ്ടത്? തന്ത്രിമാർക്ക് മുമ്പ് പൂജയും ആരാധനയും നടത്താൻ അനുമതിയുണ്ടോ? രണ്ടാം ഘട്ട ചോദ്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി ദ്വാരപാലക ശില്പങ്ങളിലേക്കാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശണം എന്ന് ഏത് ദേവസ്വം ബോർഡ് അംഗത്തിനാണ് സ്വപ്നത്തിൽ വെളിപാടുണ്ടായത്? ദേവസ്വം ബോർഡ് അംഗം സ്വപ്നം കാണുന്നത് അനുസരിച്ചാണോ ശബരിമലയിലെ നിർമ്മാണങ്ങൾ നടക്കുന്നത്? താന്ത്രിക വിധി പ്രകാരമല്ലേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ? ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിയൽ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു വേണ്ടി ആരിൽ നിന്നൊക്കെ പണം സമാഹരിച്ചു? വിദേശത്ത് നിന്ന് പണം പിരിച്ചിട്ടുണ്ടോ? ദേവസ്വത്തെ അറിയിക്കാതെ പിരിവ് നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് അനുമതി നൽകിയത്? ദേവസ്വം നേരിട്ടല്ലാതെ സ്പോൺസർമാരെ സംഘടിപ്പിക്കാൻ ചട്ടം അനുവദിക്കുന്നുണ്ടോ? സ്പോൺസർമാർ പണം നൽകേണ്ടത് ദേവസ്വത്തിനല്ലേ? ദേവസ്വമല്ലേ ഈ പണം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകേണ്ടത്? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ഈ കേസ് ഡയറി അടയ്ക്കാൻ കഴിയില്ല. 2019 ഏപ്രിൽ മുതൽ നടന്ന ദുരൂഹമായ കാര്യങ്ങളിലാണ് വെളിച്ചം വീഴാനുള്ളത്. തീവെട്ടിക്കൊള്ളയ്ക്കപ്പുറത്ത് ഒരു ജനതയെ തന്നെ വിഡ്ഢികളാക്കുന്ന പരിപാടികളാണ് ശബരിമലയിൽ നടന്നത്. അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.